ഇത് അക്കായുടെ ACMS65 എന്ന് പറഞ്ഞ മോഡലിൻ്റെ ഒരു യൂണിറ്റാണ്. ഇതിനൊരു പ്രോബ്ലം ഉള്ളത് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഈ വീഡിയോ വഴി ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഇത് ഓണാക്കുമ്പോൾ ഇതിൻ്റെ സ്പീക്കർ ഔട്ട് സൈഡിൽ ഒരു നോയ്സ് വരുന്നുണ്ട്, ആമ്പിൻ്റെ സൈഡിൽ. അപ്പോൾ അത് എന്താണെന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് ഇത് ഓണാക്കാം. ശ്രദ്ധിക്കുക. അപ്പം സ്പീക്കറിൽ ഓണാക്കുന്ന സമയത്ത് സ്പീക്കറിൽ വരുന്ന നോയ്സ് ശ്രദ്ധിക്കുക. ഒരു നോയ്സ് ഓണായപ്പോൾ തന്നെ ഒരു നോയ്സ് വരുന്നുണ്ട്. രണ്ട് സ്പീക്കറിലും ഉണ്ട് ആ നോയ്സ്. ഒരു ഹമ്മിങ് സൗണ്ടാണ്. നോർമലി ഇതിലിത് പവർ സപ്ലൈ സൈഡിൽ വരുന്ന പ്രോബ്ലമാണ്. ഫിൽട്ടർ കപ്പാസിറ്ററുകളുടെയും അതിനോടനുബന്ധിച്ചുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പിന്നെ റെയറായിട്ട് അതിൻ്റെ IC സൈഡിൽ വരാറുണ്ട്. ഇത് നമുക്ക് പോകാൻ ഓഫ് ചെയ്യാം. ഇനി വീണ്ടും ഒന്ന് ഓൺ ചെയ്യാം. നോയ്സ് നന്നായിട്ടുണ്ട്. ലൈറ്റുകളൊക്കെ മിന്നുന്നുണ്ട്. അത് ലൂസ് കോണ്ടാക്റ്റ് ആയിരിക്കാനാണ് സാധ്യത. ആസിഡ് കിടപ്പുണ്ട് ഇതിൽ. ഒന്ന് നോക്കാം. അപ്പോഴും ആ നോയ്സ് ഉണ്ട് ഉണ്ടോ? ആ നോയ്സ് അപ്പോഴും ഉണ്ട് ഇതിൽ. ഓണാക്കാം. പക്ഷെ ബാക്കി ഫങ്ഷനുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യ സൈഡിൽ വർക്കിംഗ് ആണ്, നോയ്സാണ് പ്രശ്നം. അപ്പോൾ ഇത് ഇനി നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് എന്താണ് പ്രോബ്ലം എന്ന് നോക്കണം. ഓക്കെ, IC ആണ് ഈ കാണിക്കുന്നത്. STK IC ആണ്. അപ്പോൾ ഡുവൽ പവർ സപ്ലൈ ആണ്. എൻ്റെ മെയിൻ സപ്ലൈ വോൾട്ടേജ് വരുന്ന റൂട്ടാണ്. അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. വോൾട്ടേജിൽ കുറഞ്ഞാലും ഇത് വരാം. വോൾട്ടേജൊന്നും ഇല്ല. ഓണാക്കാം. ഇവിടെ -18 വോൾട്ടും ഇവിടെ 23 വോൾട്ടും ഉണ്ട്. പ്ലസ് ഒരു സൈഡിലും 18ഉം ഒരു സൈഡിൽ 23. 18.6 കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 18.6 വോൾട്ടേജേ ഉള്ളൂ ഒരു സൈഡിൽ. ഒരു സൈഡിൽ 23.2 ഉണ്ട്. ഫിൽട്ടർ കപ്പാസിറ്ററിൻ്റെ ആണ്. നമുക്ക് വേണമെങ്കിൽ സെൻറ്റർ വെച്ച് നോക്കാം. സെൻട്രൽ ലൈൻ നോക്കുന്നുണ്ട്. 23 ഉണ്ട്.
അപ്പോൾ അതിന് വോൾട്ടേജിൽ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഇനി നോക്കേണ്ടിയിരിക്കണം. എന്താണ് പ്രോബ്ലം എന്നുള്ളത് നോക്കാം. കൂടുതലും കപ്പാസിറ്ററിനെ റിലേറ്റ് ചെയ്താണ് വരുന്നത്. നമുക്ക് ആദ്യമേ ആ സെക്ഷൻ ഒന്ന് നോക്കളയാം. എളുപ്പമുണ്ടെന്ന് ഇല്ല, ഫിൽറ്റർ കപ്പാസിറ്ററുകൾ രണ്ടും ഇത് തന്നെ ഉണ്ട്. പോസിറ്റീവ് സൈഡ്, നെഗറ്റീവ് സൈഡ്. നമ്മൾ വളരെ കൂളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എളുപ്പമല്ല. ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഈ കപ്പാസിറ്ററുകളൊക്കെ ചിലത് ചെക്ക് ചെയ്താലും വലിയ പ്രശ്നങ്ങളൊന്നും കാണിക്കില്ല. പക്ഷേ ഇങ്ങനത്തെ ചെറിയ വോൾട്ടേജിൻ്റെ വേരിയേഷനൊക്കെ വലിയ പ്രോബ്ലം ഒന്നും കാണിക്കത്തില്ല. ഇത് 3335 വോൾട്ടാണ്. 3335 വോൾട്ടിൻ്റെയാണ് കപ്പാസിറ്റർ. ഇത് രണ്ടും നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം, വേറെ ഇട്ട് നോക്കാം. നമുക്ക് 3335 വോൾട്ടിന് 2 കപ്പാസിറ്റർ നോക്കാം. പിന്നെ ട്രാൻസ്ഫോമർ പഴയ പോലെ ഉറപ്പിക്കാം. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിൽ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. വോൾട്ടേജ് എല്ലാം ചെക്ക് ചെയ്തിട്ട് വോൾട്ടേജ് ഓക്കെ ആയിട്ടുണ്ട്. വോൾട്ടേജ് കറക്റ്റ് ആയിട്ടുണ്ട്. മറ്റേത് എത്രയായിരുന്നു? 18 വോൾട്ട് 23 വോൾട്ട് ആയിരുന്നു. നമുക്കിപ്പോൾ നോയ്സ് ഒന്നും കാണുന്നില്ല. ഓഫ് ചെയ്യുമ്പോഴൊന്നും പ്രോബ്ലമൊന്നുമില്ല. അപ്പം ഓണാക്കുമ്പോൾ പ്രോബ്ലം ഇല്ല, നോയ്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ചേക്കാം.
ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയിൽ ഇനി അടുത്ത ഉടൻ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ബൈ. ഈ സിസ്റ്റം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇത് ഇനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം നമുക്ക്. നേരത്തെ ഇത് ഓൺ ചെയ്യുമ്പോൾ ഒരു നോയ്സ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കപ്പാസിറ്ററുകൾ മാറ്റിയ ശേഷം, ഫിൽറ്റർ കപ്പാസിറ്റർ മാറ്റിയ ശേഷം കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനി ഒന്നുകൂടെ ഓൺ ചെയ്ത് നോക്കാം. നോയ്സ് ഒന്നുമില്ല, കിട്ടുന്നില്ല. അത് നമുക്ക് ഏതെങ്കിലും ഒരു കാസറ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഒരു തല വയൽ വിളഞ്ഞിട്ട് കൈ തൊട്ടുകാല് മഴ പൊഴിഞ്ഞിട്ട് തൈ മൊത്തം പവിഴം കൊണ്ടാലും കിട്ടുവൈ. ഒരു തല വയൽ വിളഞ്ഞിട്ട് കൈ തൊട്ടുകാല് മഴ പൊഴിഞ്ഞിട്ട് തൈ മൊത്തം പവിഴം കൊണ്ടാലും കിട്ടുവൈ. മുളനാട് കൂട്ടിലെ തീയവിട പുയലന്നിട്ടുള്ളൊരു കൊമ്പവിട കരിഞ്ഞിനുണ്ടായ ബാലവിട വരനുണ്ട് നല്ല കാലം പപ്പാട്ട് ഹുടുക്കി. നമ്മൾ മാറിയ കപ്പാസിറ്ററാണ് അകത്തിരിക്കുന്നത്. Okay, bye.